ഷിമർലീന ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാകും. AAP നിയമസഭാ കക്ഷിയോഗത്തിൽ തീരുമാനം. കേജ്രിവാളിന്റെ മാർഗനിർദ്ദേശത്തോടൊപ്പം പ്രവർത്തിക്കുമെന്ന് അതിഷി. अभी दिल्ली वाले इतने गुस्सा हैं, भारतीय जनता पार्टी के षड्यंत्र से नाराज हैं और अपने बेटे अपने भाई अरविंद केजरीवाल जी को फिर से दिल्ली का मुख्यमंत्री देखना चाहते हैं. അരവിന്ദ് കെജ്രിവാൾ അല്പസമയത്തിനകം ഗവർണർക്ക് രാജിക്കത്ത് കൈമാറും. അതിഷിക്കെതിരായ വിമർശനത്തിൽ സ്വാതി മാലിവാളിയോട് രാജി ആവശ്യപ്പെട്ട് AAP. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. സുപ്രീംകോടതി വിധി കേസിൽ വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടി പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് 7.5 വർഷത്തിന് ശേഷം അതിജീവിതയ്ക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്ന ഉമാ തോമസ് MLA. നിപ ജാഗ്രതയിൽ മലപ്പുറം. രോഗബാധയ്ക്ക് ഏറ്റവും സാധ്യതയുള്ളവരുടെ പട്ടികയിൽ 26 പേർ. 13 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് എന്ന് ആരോഗ്യമന്ത്രി. രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ ആരോഗ്യ സർവേ തുടരുന്നു. തിരുവാലി മമ്പാട് മേഖലയിൽ കർശന നിയന്ത്രണം. മലപ്പുറത്ത് UAEയിൽ നിന്നെത്തിയ യുവാവിന് കുരങ്ങുപനി ലക്ഷണം. എടവണ്ണ സ്വദേശി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. സ്രവം പരിശോധനക്കയച്ചെന്ന് ആരോഗ്യമന്ത്രി. 10 വർഷത്തിന് ശേഷം ജമ്മുകാശ്മീർ നാളെ വോട്ടെടുപ്പ് കേന്ദ്രത്തിലേക്ക്. ആദ്യഘട്ട വോട്ടെടുപ്പ് 24 നിയമസഭാ മണ്ഡലങ്ങളിൽ. ജനവിധി തേടുന്നത് മുഹമ്മദ് യൂസഫ് തരിഗാമി, ഗുലാം അഹമ്മദ് മീർ തുടങ്ങിയ പ്രമുഖർ. പുരുഷ വനിതാ ടീമുകൾക്ക് 2020 ലോകകപ്പ് സമ്മാനത്തുക തുല്യമാക്കി ICC. ജേതാക്കൾക്ക് ലഭിക്കുക 19.5 കോടി രൂപ. ഒക്ടോബറിൽ തുടങ്ങുന്ന വനിതാ ലോകകപ്പ് മുതൽ പ്രാബല്യത്തിൽ. KPCC അധ്യക്ഷൻ K. സുധാകരന്റെ സാമൂഹ്യ മാധ്യമത്തിലെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു.